നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ സന്ദർശനം തുടരുകയാണ്. ഇന്നലെ അദ്ദേഹം UAE-യിലെത്തിയിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളുടെ സന്ദർശനം ആരംഭിക്കും. നെതർലൻഡ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം. നെതർലൻഡ്സിനെ കൂടാതെ നോർവേ, സ്വീഡൻ, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ഇന്നലെ 2.5 മണിക്കൂറാണ് UAE-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നത്. എന്നാൽ ആ 2.5 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2.5 മണിക്കൂറായിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, അതുപോലെ തന്നെ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകൾ, ഇതെല്ലാവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ 2.5 മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ UAE-യിൽ ചെലവഴിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം UAE അതിർത്തിയിൽ കടന്നപ്പോൾ തന്നെ UAE എയർഫോഴ്സിൻ്റെ F-16 വിമാനങ്ങൾ അദ്ദേഹത്തിന് ആദരസൂചകമായി അകമ്പടി സേവിച്ചിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങളടക്കം അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹ്യാൻ അദ്ദേഹത്തെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ആചാരപരമായ വരവേൽപ്പാണ് UAE-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയത്. പ്രോട്ടോക്കോളുകളെല്ലാം കാറ്റിൽ പറത്തി UAE പ്രസിഡന്റ് തന്നെ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയത് രാജ്യത്തിന് ലഭിച്ച വലിയ ആദരവാണ് എന്ന് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഊഷ്മളമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് UAE-യിൽ ലഭിച്ച സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ ഒപ്പുവെച്ച കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ $500 കോടി UAE നിക്ഷേപമാണ്. രാജ്യത്ത് $500 കോടി നിക്ഷേപം UAE നടത്തുന്നു എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്തിൽ ഈ കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള ഒരു ക്ലസ്റ്റർ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ഇതടക്കം നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിൽ സൃഷ്ടി എന്നിവയെ വളരെ ഗുണകരമായി സ്വാധീനിക്കുന്ന നിരവധി പദ്ധതികളാണ് ഇന്നലെ പരസ്പര സഹകരണത്തിലൂടെ ഇന്ത്യയും UAE-യും ഉറപ്പിച്ചതും ഒപ്പുവെച്ചതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിയാണ്. ഹോർമൂസ് കടലിടുക്ക് സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ഈ അടുത്ത കാലത്തെങ്ങാനും അവസാനിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതായത് അമേരിക്കയും ഇറാനും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു നിയന്ത്രണവും ഇറാന് അവകാശമില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് രണ്ടും ഇറാൻ നിഷേധിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആണവായുധം വികസിപ്പിക്കുക എന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യത്തിലും ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, അമേരിക്ക ഞങ്ങളുടെ രാജ്യത്ത് വലിയ ആക്രമണമാണ് നടത്തിയത്. ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തച്ചു തകർത്തു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ കനത്ത ആക്രമണം നടത്തിയപ്പോൾ തകർന്നു പോയത് ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ കനത്ത നഷ്ടപരിഹാരമാണ് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇറാൻ ആവശ്യപ്പെടുന്നത്. ഈ നഷ്ടപരിഹാരം നൽകാൻ അമേരിക്ക തയ്യാറല്ല. മാത്രമല്ല, അമേരിക്ക ഇതിനോടകം തന്നെ 4.5 ലക്ഷം കോടി രൂപ ഈ യുദ്ധത്തിനായി മാത്രം ചെലവഴിച്ച് കഴിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ചെലവഴിക്കുന്നതിനോട് ട്രംപ് ഭരണകൂടത്തിനോട് വലിയ താല്പര്യവുമില്ല. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ഇറാനെ പ്രതിസന്ധിയിലാക്കാനും സമ്മർദ്ദത്തിലാക്കാനും പുതിയ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുക. വൻ സേനാവിന്യാസമാണ് അമേരിക്ക ഹോർമൂസിൽ നടത്തിയിരിക്കുന്നത്. 12ഓളം പടക്കപ്പലുകളും 100-ലധികം യുദ്ധവിമാനങ്ങളും 10,000-ഓളം വരുന്ന സൈനികരും അമേരിക്കയുടേതായി ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലുണ്ട്. ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് ഒരു കപ്പലും എത്താൻ അമേരിക്ക അനുവദിക്കുന്നില്ല. അവിടെ നിന്ന് പുറത്തേക്ക് പോകാനും അമേരിക്ക അനുവദിക്കുന്നില്ല. ശക്തമായ ഈ ഉപരോധം ഇറാൻ്റെ ഈ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ സമ്മർദ്ദത്തിലാകുന്നു. അമേരിക്കയുമായി ഒരു കാരണവശാലും ചർച്ചയില്ല എന്ന് പറഞ്ഞിരുന്ന ഇറാൻ നേരിട്ടല്ലെങ്കിൽ കൂടിയും പാകിസ്ഥാനുമായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇത്
ഇത് അമേരിക്കയുടെ വിജയമാണെന്നാണ് അമേരിക്ക ഇപ്പോൾ കരുതുന്നതും വിലയിരുത്തുന്നതും. അതുകൊണ്ട് തന്നെ ഉപരോധം ഈ അടുത്ത കാലത്തൊന്നും അമേരിക്ക പിൻവലിക്കാൻ സാധ്യതയില്ല. ആണവായുധങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാനും താൽപ്പര്യപ്പെടുന്നില്ല. ഇതാണ് വലിയ പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ അനന്തര ഫലം എന്നത് ഹോർമൂസ് കടലിടുക്ക് അനിശ്ചിതകാലത്തേക്ക് അടഞ്ഞുകിടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എണ്ണ നീക്കത്തിൻ്റെ 1/5 ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. അത് നിലച്ചതോടുകൂടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം നടക്കുന്നത്. UAEയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും അധികം LPG ഇറക്കുമതി ചെയ്യുന്നത്. നമുക്കറിയാം, ഈ LPG സപ്ലൈയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയിൽ LPG ഷോർട്ടേജ് അനുഭവപ്പെട്ടു. LPGക്ക് വില കൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും കഴിഞ്ഞ ദിവസം വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് കൂടുതൽ നിർണായകമായ അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് കടക്കാതെ ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന ഉദ്ദേശം. ഇതിൻ്റെ ഭാഗമായി UAE കൂടുതൽ LPG ഇന്ത്യക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നാലും ഇന്ത്യയുടെ LPGയുടെ ലഭ്യതയിൽ വലിയ കുറവുണ്ടാകില്ല. വലിയ മാറ്റമാണ്. അതായത് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്ന ഒരു സംവിധാനത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. UAE കൂടുതൽ LPG ഇന്ത്യക്ക് നൽകുമെന്ന് മാത്രമല്ല, അത് സംഭരിക്കാനുള്ള സംഭരണശാലകൾ ഇന്ത്യയിൽ UAE നിർമ്മിക്കുകയും ചെയ്യും. അതിൻ്റെ സാങ്കേതിക വിദ്യ UAEയുടെ പക്കലുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ കരുതൽ ശേഖരം രാജ്യത്ത് ആവോളമുണ്ട്. മാത്രമല്ല, ഈ കരുതൽ ശേഖരം ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ LPG സംഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെയും രാജ്യത്ത് അങ്ങനെയൊരു സാങ്കേതിക വിദ്യ ഇല്ല. രാജ്യത്തിൻ്റെ LPG ഉപഭോഗം കഴിഞ്ഞ 10 വർഷം മുമ്പ് നാമമാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ 100%, ഏതാണ്ട് 100% വീടുകളിലും ഇന്ത്യയിൽ LPG ഉപയോഗിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഈ ഡിമാൻഡിനനുസരിച്ച് LPGയുടെ സപ്ലൈ ഉറപ്പാക്കുക എന്നതാണ് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായി ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും രാജ്യത്തെ സപ്ലൈ ചെയിൻ മുറിയാതിരിക്കാനുള്ള സംഭരണികളാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംഭരണികൾ ഇനി ഇന്ത്യയിൽ UAE നിർമ്മിച്ചു നൽകാനാണ് സാധ്യത. ഇതിനായിട്ടുള്ള കരാറുകളാണ് ഇന്നലെ ഒപ്പിട്ടത്. ചുരുക്കി പറഞ്ഞാൽ 2.5 മണിക്കൂർ UAEയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യയുടെ സർവ്വ മേഖലകളെയും ഉത്തേജിപ്പിക്കുന്ന തീരുമാനങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. UAEയിൽ നിന്ന് അദ്ദേഹം നേരെ യൂറോപ്യൻ രാജ്യമായ നെതർലൻഡ്സിലേക്കാണ് പോവുക. നെതർലൻഡ്സ് മാത്രമല്ല, നെതർലൻഡ്സും നോർവേയും അതോടൊപ്പം തന്നെ സ്വീഡനും ഇറ്റലിയുമെല്ലാം നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടത്. ഈ കരാർ പ്രാബല്യത്തിലാകേണ്ടതുണ്ട്. അങ്ങനെ പ്രാബല്യത്തിലാക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വളരെ മികച്ച ഒരു നയതന്ത്ര ബന്ധം ആവശ്യമാണ്. അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ വലിയ സാധ്യതകൾ തുറന്നു നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം ചർച്ചകളാണ് നരേന്ദ്രമോദി യൂറോപ്യൻ രാജ്യങ്ങളുമായി നടത്തുക. മാത്രമല്ല, വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകും. നോർവേ പോലെയുള്ള രാജ്യങ്ങൾ വൻ വിദേശ നിക്ഷേപമാണ് ഇന്ത്യയിൽ നടത്തുന്നത്. നോർവേ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അതായത് ധാരാളം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ പ്രാബല്യത്തിലുള്ള രാജ്യമാണ്. അവിടുത്തെ പെൻഷൻ ഫണ്ട് അത് പ്രസിദ്ധമാണ്. ആ പെൻഷൻ ഫണ്ടിൻ്റെ ഒരു വലിയൊരു വിഭാഗം നിക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഒരു യൂറോപ്യൻ രാജ്യം വളരെയധികം വിശ്വാസ്യതയോടുകൂടി അവരുടെ പെൻഷൻ ഫണ്ട് ഇന്ത്യയിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ആ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ സന്ദർശന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല, ഇറ്റലി സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് ഈ അടുത്ത കാലത്ത് വളരെയധികം ഊഷ്മളമാണ് എന്ന് നമുക്കറിയാം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കെമിസ്ട്രി ലോകമെമ്പാടും അറിയാവുന്നതാണ്. ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര ബന്ധം, വ്യാപാര ബന്ധത്തിൻ്റെ വർധനവ്, അതോടൊപ്പം തന്നെ നിക്ഷേപം വർദ്ധിപ്പിക്കൽ, ഇതെല്ലാമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇറ്റലിയിലും നടക്കും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നോർവേ സന്ദർശനമാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. അതായത് വലിയ സാധ്യതകൾ, വലിയ അവസരങ്ങളുള്ള ഒരു രാജ്യം. ആ രാജ്യത്തെ എങ്ങനെയാണ് നമ്മുടെ മുൻകാല ഭരണാധികാരികൾ മുമ്പ് അവഗണിച്ചിരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ നോർവേയിൽ എത്തുന്നത്. നേരത്തെ
സൂചിപ്പിച്ചതുപോലെ ആ നോർവേയുടെ ദേശീയ പെൻഷൻ പദ്ധതിയുടെ നല്ലൊരു ഭാഗം ആ രാജ്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. എന്നിട്ട് പോലും കൃത്യമായ ഒരു നയതന്ത്ര പരിഗണന ഇതുവരെയും നമ്മുടെ രാജ്യം നോർവേക്ക് നൽകിയിട്ടില്ല. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 43 വർഷങ്ങൾക്ക് ശേഷം നോർവേയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുകയാണ്. അതുമാത്രമല്ല, നോർവേയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നുണ്ട്. നോർഡിക് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയുണ്ട്. വടക്കൻ യൂറോപ്പിലെ 5 പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടായ്മയാണത്. വളരെ സമ്പന്നമായ രാജ്യങ്ങളാണത്. അവ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. അവരുടെ പ്രകൃതി രമണീയത കൊണ്ട് വളരെയധികം പ്രത്യേകതകളുള്ള രാജ്യമാണ്. അങ്ങനെയുള്ള 5 രാജ്യങ്ങളുടെ കൂട്ടായ്മ ആണ് നോർഡിക്. ഈ നോർഡിക്കിൻ്റെ ഒരു ഉച്ചകോടി അവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉച്ചകോടിയാണ് അവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങളുടെ സന്ദർശനമാണ്. മെയ് 15 മുതൽ 20 വരെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനമാണ് നരേന്ദ്രമോദി നടത്തുന്നതെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത് 8 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുമായിട്ടാണ്. അതായത് ഈ നോർഡിക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ, അതായത് ഇവരാണ് ഈ നോർഡിക് സഖ്യരാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും നോർവേയിലെത്തുന്നുണ്ട്. ഇതിൽ നോർവേയും സ്വീഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട്. അതിനപ്പുറമുള്ള 3 രാജ്യങ്ങൾ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ് എന്നീ 3 രാജ്യങ്ങൾ, ആ 3 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ സന്ദർശനം നടത്തുന്നില്ല. എങ്കിലും ഈ 3 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുമായി ഈ നോർവേ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലാണ് ആ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. യൂറോപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ചർച്ചകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ 2.5 മണിക്കൂർ എങ്ങനെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം രാജ്യത്തിൻ്റെ ചരിത്രത്തെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നത്, ഏതാണ്ട് സമാനമായ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താൻ പോകുന്നത്. എന്തായാലും മെയ് 20 വരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ആശയവിനിമയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യുമായും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായും നടത്തുന്നത്. UAE സന്ദർശനത്തിൽ നിക്ഷേപം, ഊർജ്ജ സുരക്ഷിതത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ നിക്ഷേപത്തിനും വ്യാപാര ബന്ധത്തിനുമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിൽ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയത്തെ തന്നെ മാറ്റിമറിക്കുന്ന സന്ദർശനം തുടരുകയാണ്. മെയ് 20-ന് പ്രധാനമന്ത്രി വിദേശ സന്ദർശനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങും.